കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to LearnWise Igno Focus 4.0. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ we are going to have a discussion on the paper. നമ്മുടെ യുജിയിലെ കോമൺ പേപ്പർ ആണ് BEGLA 136. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു പേപ്പറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കണം, ഏതൊക്കെയാണ് നമ്മുടെ മെയിൻ ട്രസ്റ്റ് ഏരിയാസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. BEGLA 136 English at the Workplace. Introduction. Success in IGNO's term and examination for BEGLA 136 English at the Workplace requires both focused study and strategic preparation. This guide has been meticulously crafted to empower learners with a data-driven approach, drawing from a comprehensive archive of past years' question papers and the visual IGNO syllabus. By analyzing recurring patterns and prioritizing high-yield topics, our objective is to help students direct their efforts where they matter most, maximizing their exam scores with informed, targeted revision. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ എയിം എന്ന് പറയുന്നത് നമ്മളുടെ ഇംഗ്ലീഷ് അറ്റ് ദി വർക്ക് പ്ലേസ് എന്ന് പറയുന്ന പേപ്പറിന്റെ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ഏരിയാസും യൂണിറ്റ്സും ബ്ലോക്സും ടോപ്പിക്സും എല്ലാം അനലൈസ് ചെയ്ത് നിങ്ങൾ എക്സാമിനേഷന് വെൽ പ്രിപ്പയർഡ് ആക്കാൻ എന്നുള്ള ഒരു എയിമിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ആക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് വി ക്യാൻ ലുക്ക് ഫോർ ദി ഡോക്യുമെന്റ് റൂട്ട് മാപ്പ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉള്ളത് ഒരു സിലബസ് മാപ്പിംഗ്, വിച്ച് മീൻസ് നമ്മുടെ BEGLA 136 എന്ന് പറയുന്ന പേപ്പറിന്റെ മേജർ ആയിട്ടുള്ള ബ്ലോക്സുകളും അതിന്റെ യൂണിറ്റ്സും സബ് ടോപ്പിക്സും. അപ്പൊ അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് പ്രീവിയസ് നമ്മൾ നടന്നിട്ടുള്ള എക്സാംസിന്റെ ലൈറ്റ് വ്യൂവിൽ ഏതൊക്കെ ഏരിയാസിനാണ് ഫോക്കസ് കൊടുക്കേണ്ടതെന്നുള്ള പെർസ്പെക്റ്റീവിലാണ് വി ആർ അനലൈസിംഗ് ദി സിലബസ് മാപ്പിംഗ്. നെക്സ്റ്റ് യു ഹാവ് എസ് എക്സാം പാറ്റേൺ അനാലിസിസ്. നമ്മുടെ പ്രീവിയസ് നടന്നിട്ടുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സുകൾ, ദെൻ ദി മാർക്സ് അലൊക്കേഷൻ ആൻഡ് ഓൾസോ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡ്സും പാറ്റേൺസും, ആൻഡ് അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളും പാറ്റേൺസുകളും വി കൻ എക്സ്പെക്ട് ഇൻ ദി അപ്കമിംഗ് എക്സാം എന്നുള്ളതും കൂടി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. Then you have the recurring questions review. So identifies and analyzes frequently asked and high probability questions, ensuring you cover the core themes repeatedly tested. Then നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻസ്. നമ്മൾ പ്രീവിയസ് ഉള്ള എക്സാമിനേഷന്റെ പേപ്പർ ട്രെൻഡ്സും എല്ലാം നമ്മൾ കണക്കിലെടുത്തിട്ട് ഇന്ന ടോപ്പിക്സുകൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ പ്രൊവൈഡ്സ് എ പ്രോബബിലിറ്റി ബേസ്ഡ് ഫോർകാസ്റ്റ് ഓഫ് ലൈക്ലി ടോപ്പിക്സ് ഫോർ June 2025 backed by statistical review of recent paper trends. Next you have as a more predictive paper. It offers a sample TEE paper mirroring current patterns, enabling authentic self-assessment and time management practice. Next is model answers and marking scheme. Supply sample answers and an outline of the IGNO marking scheme to clarify content depth and answer structure expectations. And methodology note. Our team systematically analyzed over 5 years of BEGLA 136 TEE papers, assigning weighted scores to topics based on both frequency and recency of appearance. Syllabus units were cross-matched with exam data to derive precise, actionable predictions. നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ സിലബസിന്റെ ഒരു മാപ്പിംഗ് ആണ്. അതായത് നമ്മളുടെ പ്രീവിയസ് എക്സാമിനേഷൻസ് ഫ്രം 2022 to 2024 നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പേപ്പറിന് 4 ബ്ലോക്സ് ഉണ്ട്. നമ്മൾ ഈ 4 ബ്ലോക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3, ഏകദേശം 30+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് തൊട്ട് നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് വരുന്ന ബ്ലോക്ക് 1 ആണ്, പിന്നെ ബ്ലോക്ക് 2, പിന്നെ വരുന്നത് ബ്ലോക്ക് 4. അങ്ങനെയാണ് ആ ഒരു ഇതിന്റെ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത്. Next you have as a comprehensive syllabus PYQ mapping table.
ഇനി നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും ആൻഡ് ഓരോ ടോപ്പിക്സിനും എത്ര തവണയാണ് നമ്പർ ഓഫ് അപ്പിയറൻസസും ആൻഡ് ഓൾസോ അത് എത്രത്തോളമാണ് നമ്മുടെ സബ്ജക്റ്റിന് റെലവെന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. സോ യു ഹാവ് ദ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് ഇസ് പ്രൊഫൈലിംഗ് വൺ സെൽഫ് ഫോർ ദ ജോബ് സെൽഫ് പ്രൊഫൈൽ 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ റെലവൻസ് സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓഫ് എ മീഡിയം റെലവെന്റ് ആണ്. നെക്സ്റ്റ് വൺ യു ഹാവ് എസ് എ ബ്ലോക്ക് 1 യൂണിറ്റ് 2 സെർച്ചിങ് ഫോർ എ ജോബ് പാസീവ് വോയിസ്, അതിന്റെ അപ്പിയറൻസ് 9 ആണ് ആൻഡ് റെലവൻസ് ലെവൽ ഇസ് മീഡിയം. നെക്സ്റ്റ് വൺ യു ഹാവ് എസ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 responding to job ads, writing responses, appearances 8 ആണ്, relevance level എന്ന് പറയുന്നത് medium ആണ്. Next you have is a block 1 unit 4 is preparing for the job and frequently asked questions ഇതിനകത്ത് appearances 7 ആണ്, relevance level എന്ന് പറയുന്നത് medium ആണ്. Next is very important because നമ്മുടെ block 2 unit 5 ല body language speech writing എന്ന് പറയുന്ന 10 times ആണ് appearance ഉള്ളത് and relevance level എന്ന് പറയുന്നത് വളരെ high തന്നെ ആണ്. Next one you have is block 2 unit 6 is portfolio making self profile, appearance 8 ആണ്, relevance level എന്ന് പറയുന്നത് medium ആണ്. Next you have is block 2 unit 7 ആണ്, writing CV subheads and tenses 12 times ആണ് appearance and its relevance is high ആണ്. Next block 2 unit it is preparing for interview reference sheet, appearance 7 times ആണ്, relevance level medium ആണ്. Next you have is block 3 unit 9 is workplace etiquette cultural awareness, 15 തവണയാണ് ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് വന്നത്, which means it is very very highly നമുക്ക് റെലവെന്റ് ഏരിയ ആണ്. നെക്സ്റ്റ് വൺ വി ഹാവ് ഇസ് ബ്ലോക്ക് 3 യൂണിറ്റ് 10 അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സ് റീഡിംഗ്, അത് 6 ടൈംസ് ആണ് അപ്പിയറൻസ്, റെലവൻസ് ലെവൽ മീഡിയം ആണ്. നെക്സ്റ്റ് വൺ യു ഹാവ് എസ് എ യൂണിറ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 11 കസ്റ്റമർ സർവീസ് ലിങ്കേഴ്സ്, 7 ടൈംസ് ആണ് അപ്പിയറൻസ്, റെലവൻസ് ലെവൽ ഇസ് മീഡിയം. നെക്സ്റ്റ് വൺ യു ഹാവ് ഇസ് ബ്ലോക്ക് 3 യൂണിറ്റ് 12 ഇസ് വർക്ക് എത്തിക്സ് കേസ് ഹിസ്റ്ററി, അപ്പിയറൻസസ് 5 ആണ്, റെലവൻസ് ലെവൽ ഇസ് മീഡിയം. നെക്സ്റ്റ് വൺ യു ഹാവ് ഇസ് ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഡിസ്കഷൻ ലാംഗ്വേജ് ഓഫ് ഡിസ്കഷൻ, 4 ടൈംസ് ആണ് അപ്പിയറൻസ് ആൻഡ് റെലവൻസ് ലെവൽ ഇസ് ലോ ആണ്. Next you have is block 4 unit 14 is making presentation, stages anxiety, appearance 6 times ആണ്, relevance level medium ആണ്. And next one you have is block 4 unit 15 is business letters, application letter, 11 times ആണ് appearance and relevance level is high ആണ്. Next you have is block 4 unit 16 business emails, do's and don'ts, appearance 5 times ആണ്, relevance level എന്ന് പറയുന്നത് medium ആണ്. അപ്പൊ നമ്മൾ ഇനി ഇതൊരു നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു നിങ്ങൾക്ക് ഡയഗ്രാം ഉണ്ട്, ഇതിനകത്ത് നമുക്ക് പല പല കളർ ഷീറ്റ്സ് ഉണ്ട്. അപ്പം ഏറ്റവും ഡാർക്കർ കളർ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് ഡാർക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ലൈറ്റർ വരുമ്പോഴത്തേക്ക് അത്രയും കുറവ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. സോ ദിസ് പെർട്ടിക്കുലർ വൺ ഷോസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഹാപ്പൻഡ് അക്രോസ് ദിസ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്. ഇത് നമ്മൾ നെക്സ്റ്റ് വരുന്നത് ടോപ്പ് 3 ഹൈ ഈ ടോപ്പിക്സ്, അതായത് നമ്മളുടെ എക്സാമിനേഷന് നമ്മൾ എത്രയും ഒരു പെർട്ടിക്കുലർ ഒരു 3-4 ടോപ്പിക്സ് നമുക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അത്രയും ഹൈലി ഇമ്പോർട്ടന്റ് വരുന്ന ടോപ്പിക്കിൽ ഒന്നാണ് വർക്ക് പ്ലേസ് എറ്റിക്വറ്റ് ആൻഡ് കൾച്ചറൽ അവയർനെസ് എന്ന് പറഞ്ഞത്. ദാറ്റ്സ് ഫ്രം ബ്ലോക്ക് 3 യൂണിറ്റ് 9 ആണ്. സോ ഇത് നമ്മുടെ എല്ലാ എക്സാംസിനും അപ്പിയർ ചെയ്ത ഒരു ടോപ്പിക് ആണ്. ഇറ്റ് ഇസ് ഓഫൺ ആസ് എ ഡെഡിക്കേറ്റഡ് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് സിനാരിയോ ആണ് ആൻഡ് കൺസിസ്റ്റന്റ്ലി ഹൈ ഡ്യൂ ടു ഫോക്കസ് ഓൺ റിയൽ വർക്ക് പ്ലേസ് സിനാരിയോസ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് റൈറ്റിംഗ് എ സിവിയും ആപ്ലിക്കേഷൻ ലെറ്റേഴ്സും. അത് നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 7 ബ്ലോക്ക് 4 യൂണിറ്റ് 15 ആണ്. സോ ഹിയർ നിയർലി എവറി പേപ്പർ ഇൻക്ലൂഡ്സ് എ സിവി ഓർ ആപ്ലിക്കേഷൻ ലെറ്റർ, making these writing skills essential for high marks. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്. ദാറ്റ്സ് ഫ്രം ബ്ലോക്ക് 2 യൂണിറ്റ് 5. ഇത് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആസ് തിയറി അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ടാണ്, റിഫ്ലക്ടിംഗ് ദി പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഇഗ്നോ പ്ലേസസ് ഓൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അടുത്ത് നമുക്ക് ഇതിന്റെ ഒരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർമാറ്റ്സിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ വിൽ ബി ഹാവിംഗ് നമുക്ക് മാച്ചിങ് അല്ലെങ്കിൽ MCQ, ലൈക്ക് നമ്മുടെ മാച്ച് കോളം എ വിത്ത് മാച്ച് കോളം ബി, അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്റ്റ് കൈൻഡ് ഓഫ് ഡെഫിനിഷൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. സോ ഒരു ഏകദേശം ഒരു 10 ഉള്ള മാർക്സ് പെർ ക്വസ്റ്റ്യൻ 10 ആണ്. ലെങ്ത്തും എല്ലാം നമുക്ക് ഒരു 1 to 2 വേർഡ്സ് പെർ ബ്ലാങ്കിലായിരിക്കും കൊടുക്കുക. പിന്നെ രണ്ടാമത് വരുന്നതാണ് നമുക്ക് ഷോർട്ട് നോട്ട്സ് ഉള്ളത്. അപ്പൊ നമ്മൾ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ നമ്പർ ഇന്ന പെർട്ടിക്കുലർ ടോപ്പിക് ചെയ്തത്. അപ്പൊ നമ്മൾ നോർമലി നമ്മൾ എഴുതുമ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ വളരെ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അതിലെ കോൺസെപ്റ്റുകളും പ്രോസസ്സും ഡിഫറൻസും ഡിസ്റ്റിങ്ഷൻസും എല്ലാം ലിസ്റ്റ് ചെയ്ത് എഴുതുക. അപ്പൊ നോർമലി ഒരു 120 to 180 വേർഡ്സ് ആണ് നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന ലെങ്ത് എന്ന് പറയാം. പിന്നെ അടുത്ത് വരുന്ന നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലെറ്റർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ CV റൈറ്റിംഗ്, ലൈക്ക് ദ റൈറ്റ് ഒഫീഷ്യൽ ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ നിയർലി ഒരു 10 to 15 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇവിടെ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 120 to 200 വേർഡ്സ്. ആൻഡ് വെരി ഇമ്പോർട്ടന്റ് ഇസ് ദാറ്റ് നമ്മൾ ഇങ്ങനെ ലെറ്റർ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ CV ആയിക്കോട്ടെ,
നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് വളരെ ഫോർമൽ ഒരു കൈൻഡ് ഓഫ് ഒരു ലാംഗ്വേജിനകത്ത് വേണം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് നാലാമത് വരുന്നതാണ് ഗ്രാമർ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അപ്പൊ ഇവിടെ നോർമലി ചോദിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് റീറൈറ്റ് ഇൻ പാസീവ് വോയിസ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പൊ നമുക്ക് ഒരു സെറ്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് വരുമ്പോൾ ഒരു 5 to 10 ആയിരിക്കും മാർക്സ് വരിക. ആൻഡ് ഇതിന്റെ സെന്റൻസ് ലെവൽ എന്ന് പറയുമ്പോൾ 1 to lines ഈച്ച് ആണ് നമ്മുടെ സെന്റൻസ് ലെവൽ പോകേണ്ടത്. പിന്നെ അടുത്ത് നമുക്ക് വരുന്നതാണ് എസ് എ ഓർ കേസ് ഓർ പ്രസന്റേഷൻ ഔട്ട്ലൈൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ യു മൈറ്റ് ഹാവ് ദ ക്വസ്റ്റൻ ബീൻ ആസ്ക്ഡ് ഇൻ ദ ഫോർമാറ്റ് പ്രിപ്പയർ ദി ഔട്ട്ലൈൻ ഓഫ് എ പ്രസന്റേഷൻ എന്ന് പറഞ്ഞായിരിക്കും നോർമലി ക്വസ്റ്റ്യൻസ് വരിക. ആൻഡ് ഓൾസോ ഓരോ ക്വസ്റ്റൻസിന്റെ മാർക്സ് പറയുമ്പോൾ 10 to 15 ആയിരിക്കും. സോ നമ്മൾ എഴുതുമ്പോൾ ഏകദേശം നമുക്കൊരു ബുള്ളറ്റഡ് പോയിന്റ് ഒരു ഔട്ട്ലൈൻ സ്ട്രക്ചർ കൊടുക്കുക. ഏകദേശം ഒരു 150 to 200 വേർഡ്സ് അവിടെ കൊടുത്ത് ഓരോ എസ് എക്കാണെങ്കിലും സ്പീച്ചിനാണെങ്കിലും അങ്ങനെ കൊടുത്ത് നമ്മൾ എഴുതുക. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നമുക്ക് ടോപ്പ് 4 മോസ്റ്റ് ഫ്രീക്വന്റ് ഫോർമാറ്റ്സ്. അപ്പൊ അതായത് നമുക്ക് ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഫ്രീക്വന്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട്സുകൾ ഉണ്ട്. അപ്പൊ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ടോപ്പിനെ കുറിച്ച് നമ്മൾ വളരെ കൺസൈസ് ആയിട്ടും എന്നാൽ വളരെ ഓർഗനൈസ്ഡും സ്ട്രക്ചേർഡുമായിട്ട് നമ്മൾ പാരഗ്രാഫ്സിന് വെച്ച് എഴുതുക. ഫോർ എക്സാമ്പിൾ നമുക്ക് വർക്ക് പ്ലേസ് എഡ്യൂക്കേറ്റ് എന്നോ അല്ലെങ്കിൽ വർക്ക് എത്തിക്സ് ബേസ്ഡ് ഷോർട്ട് നോട്ട്സ് മോസ്റ്റ് ഓഫൺ എക്സാംസിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. ആൻഡ് അത് ടിപ്പിക്കലി ഒരു 10 to 12 മാർക്സിനായിരിക്കും വരും. അപ്പൊ നമ്മൾ എഴുതേണ്ട ഒരു വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 120 to 180 വേർഡ്സ്. അപ്പൊ നമ്മൾ അതിനകത്ത് ആ കോൺസെപ്റ്റ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അതിന്റെ പ്രാക്ടിക്കൽ ലെവൽ ഓഫ് റെലവൻസും ഇമ്പോർട്ടൻസും എല്ലാം നമ്മളവിടെ കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ലെറ്റർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ CV റൈറ്റിംഗ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ്സ് ദേ ആർ ആസ്ക്ഡ് ടു റൈറ്റ് ഓർ ഫോർമാറ്റ് ഓർ ഡ്രാഫ്റ്റ് ഫോർമൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻസോ CVസോ ആയിരിക്കും. പക്ഷെ അതൊരു റിയൽ ലൈഫ് സിനാരിയോ വർക്ക് പ്ലേസിൽ എങ്ങനെയാണോ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അതേ കണക്കായിരിക്കണം. യു ഹാവ് ടു പ്രിപ്പയർ ദ ലെറ്റർ ഓർ ദ CV ഓർ ദി ആപ്ലിക്കേഷൻ. ആൻഡ് ഇത് ജനറലി 10 to 15 മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത്. ആൻഡ് യുവർ എക്സ്പെക്ടഡ് വേർഡ് കൗണ്ട് ഇസ് 120 to 200 വേർഡ്സ് ആണ്. ആൻഡ് വളരെ ഫോക്കസ്ഡും കൺസൈസും ഫോർമൽ ലാംഗ്വേജും ക്ലാരിറ്റിയും അതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫർമേഷനും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം യു ഹാവ് ടു റൈറ്റ് ദിസ് പെർട്ടിക്കുലർ ലെറ്റർ ഓർ ആപ്ലിക്കേഷൻ ഓർ ദ CV. പിന്നെ നമുക്ക് വരുന്നത് ഗ്രാമർ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. സോ ഗ്രാമർ സെക്ഷൻ ഇൻക്ലൂഡ്സ് നമുക്ക് ആക്റ്റീവ് പാസീവ് കൺവേർഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ സെന്റൻസ് കംപ്ലീഷനോ അല്ലെങ്കിൽ വേർഡ് ഫോം യൂസേജോ ആയിരിക്കും. ഇപ്പൊ നോർമലി നമുക്ക് ഒരു 5 to 10 മാർക്സ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യപ്പെടുന്നത് വിത്ത് ഈച്ച് ഐറ്റം നീഡിങ് എ 1 sentence ഓർ ഫ്രേസ് ലെവൽ ആൻസർ. ആൻഡ് ദിസ് സെക്ഷൻ ചെക്സ് അപ്ലൈഡ് ലാംഗ്വേജ് സ്കിൽസ്. പിന്നെ നമുക്ക് നാലാമത് വരുന്നതാണ് മാച്ചിങ് അല്ലെങ്കിൽ MCQ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് എന്ന് പറയാം. സോ മാച്ച് ദ കോളം ഓർ സെലക്ട് ദി കറക്റ്റ് ഡെഫിനിഷൻ ഐറ്റംസ്, ടെസ്റ്റ് വൊക്കാബുലറി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കീ വർക്ക് പ്ലേസ് ടേംസ്. And they generally total 10 marks per paper ആണ്. And a quick answer format 1 to 2 words per item. അടുത്ത നമുക്കിനി ഓരോ ബ്ലോക്ക് വൈസിനകത്തുനിന്നും നമുക്ക് എത്ര ആവറേജ് മാർക്സ് നമുക്ക് ഉണ്ട്, മീൻസ് നമ്മുടെ ലാസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇന്ന പെർട്ടിക്കുലർ ബ്ലോക്കിൽ നിന്നും എത്ര ശതമാനമാണ് നമുക്ക് ഒരു ആവറേജ് മാർക്സ് വന്നിട്ടുള്ളതെന്നും ആൻഡ് ഓൾസോ അത് എത്രത്തോളം ഷെയർ ഓഫ് പെർസെന്റേജിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അങ്ങനെയാണ് യു ഹാവ് ദ ഫസ്റ്റ് ബ്ലോക്ക് ദാറ്റ് ഇസ് എക്സ്പ്ലോറിംഗ് ദ ജോബ് മാർക്കറ്റ്. അപ്പോൾ the average marks per paper നിന്ന് 21 ആണ്, which contributes to 21% of the total share. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് 2 ആണ്, പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂസ്. അത് 25 ആണ് നമ്മളുടെ ആവറേജ് മാർക്സ് പെർ പേപ്പർ പറയുന്നത്, ഇസ് കോൺട്രിബ്യൂട്ടിംഗ് ടു 25% ഓഫ് ദി ടോട്ടൽ ഷെയർ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ബ്ലോക്ക് 3 ആണ്, സ്കിൽസ് ഫോർ ദി വർക്ക് പ്ലേസ് 1. അത് ആവറേജ് മാർക്സ് 30 ആണ്, കോൺട്രിബ്യൂട്ട് 30% ഓഫ് ദി ടോട്ടൽ ഷെയർ. Then you have the block for skills for the workplace 2, that is 24 average marks per paper and is a total share of contributing 24%. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു ട്രെൻഡ് എത്രത്തോളമാണ് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഷോർട്ട് നോട്ട്സ് ഇവിടെ യെല്ലോ കളർ ആണ്. അപ്പൊ ഓരോത്തിന്റെയും പാറ്റേൺസിനകത്ത് വരുന്ന ചേഞ്ച് ആണ് കാണിച്ചിരിക്കുന്നത്.
നമ്മളെ പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് നമ്മുടെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ പണ്ട് ഒരു 20% ആണ്, ഇപ്പം അത് ചേഞ്ച് ചെയ്ത് ഒരു 35%ഓളം ഒരു മാറ്റം വന്നു. നൗ റെപ്രസെന്റ് മോസ്റ്റ് ഏറ്റവും സിഗ്നിഫിക്കന്റ് സെക്ഷൻ ആണ് നമ്മുടെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് വരുന്നതാണ് ലെറ്റർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ CV ടാസ്ക്. ദി റിമെയിൻ സ്റ്റേബിൾ ബട്ട് സ്ലൈറ്റ്ലി റെഡ്യൂസ്. നൗ ആവറേജസ് 15 to 20% per session. Next, the third one you have is grammar or fill in the blank marks have remained stable ആണ്, while matching MCQ questions consistently occupy a smaller fixed share of 10%. നെക്സ്റ്റ് നമുക്ക് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഓരോ സെക്ഷൻ നമ്മൾ എത്രത്തോളം ടൈം നമ്മൾ ഡിവോട്ട് ചെയ്യണം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എക്സാം ഒരു 3 hours ആണ്, 100 marks ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ അതനുസരിച്ച് ഓരോ സെക്ഷൻസ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ഇൻ പ്രപ്പോർഷൻ നമ്മൾ ടൈം അലോട്ട് ചെയ്യണം. നമുക്ക് ഷോർട്ട് നോട്ട്സിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് 30 to 35% നമുക്ക് അവിടെ ഒരു ഏരിയ ഉണ്ട്. അപ്പൊ നമ്മളൊരു 55 to 60 minutes അവിടെ ഡിവോട്ട് ചെയ്യുക. വളരെ വെൽ ഡെവലപ്പ് ആയിട്ട് കാര്യങ്ങൾ കമ്പോസ് ചെയ്യാൻ, ഓൾസോ റെസ്പോൺസസ് എല്ലാം കൊഹിയറന്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും നോട്ട് ചെയ്യാം. രണ്ടാമത് യു ഹാവ് എസ് ലെറ്റർ ഓർ ആപ്ലിക്കേഷൻ ഓർ CV തന്നെ 15 to 20% ആണ്. സോ യു ഹാവ് ടു ഡിവോട്ട് അറൌണ്ട് 30 to 35 minutes ആണ്. ഫോക്കസ് ഓൺ സ്ട്രക്ചറും അതിന്റെ ക്ലാരിറ്റിയുമാണ്. മൂന്നാമത് യു ഹാവ് എസ് ഗ്രാമർ ഓർ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്, 10 to 15% ആണ്. So spend around 20 to 25 minutes and reading instructions carefully. Next one you have as a matching or MCQ or definitions is 10% and 15 to 20 minutes devote ചെയ്യാം and tackle these first for quick marks. പിന്നെ next one you have is buffer or revision. So you have to keep around 15 to 20 minutes for review and rechecking your work. ഇനി നമുക്കറിയാം ഏത് എക്സാമിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും കുറെ ക്വസ്റ്റ്യൻസുകൾ എന്തായാലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഓരോ വർഷവും ചോദിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇൻ ദി പെർസ്പെക്റ്റീവ് ഓഫ് യുവർ എക്സാമിനേഷൻ അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടുള്ള 10 recurring questions നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ആൻഡ് വർക്ക് പ്ലേസ് എറ്റിക്വറ്റ്. അപ്പം ഏകദേശം ഒരു 9 തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ യു ഹാവ് ഇസ് പ്രിപ്പയർ എ ബ്രീഫ് കരിക്കുലർ വേ ഫോർ എ ജോബ് യു വിഷ് ടു അപ്ലൈ ഫോർ. ഏകദേശം 8 തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് വൺ യു ഹാവ് ഇസ് റൈറ്റ് an official or job application letter in response to an advertisement for a post. Example, analyst or sales manager or researcher. Appearance count എന്ന് പറയുന്നത് 8 ആണ്. The next one you have is write short notes on work ethics. അത് 7 times ആണ് appearance count ഉള്ളത്. ഇനി അടുത്തത് match the words in column A with their meanings in column B. ഇത് നമ്മുടെ vocabulary or terminology based ആണ്. So appearance count എന്ന് പറയുന്നത് 10 ആണ്. The next one you have is rewrite the following sentences, changing them from the active voice to the passive voice. Appearance count എന്ന് പറയുന്നത് 10 ആണ്. The next one you have is make sentences using the following words like feedback, assertive, aptitude and the appearance count എന്ന് പറയുന്നത് 10 ആണ്. The next question you have is fill in the blanks with correct articles, prepositions or word forms. Appearance count 10 ആണ്. Next one you have is prepare the outline of a presentation on a contemporary workplace topic like the employable skills, cultural awareness, communication. Appearance count എന്ന് പറയുന്നത് 8 ആണ്. The next one you have is write a speech, example welcoming a new recruit, effective time management and the appearance count എന്ന് പറയുന്നത് 7 ആണ്. ഇനി നമുക്ക് ഓരോ എടുത്തുക്കുന്ന ക്വസ്റ്റ്യൻസും ഏത് ബ്ലോക്കിൽ നിന്നും ഏത് യൂണിറ്റ് ആൻഡ് ഓൾസോ അതിന്റെ ആവറേജ് മാർക്സും നമ്പർ ഓഫ് അപ്പിയറൻസ് നമുക്ക് നോക്കാം. The first one you have is write a short note on the workplace etiquette ന്റെ ആണെങ്കിൽ that is from block 3 unit 9 ആണ്. appearance appearance വന്നത് 9 times ആണ്, ആവറേജ് മാർക്സ് 10 ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ളതാണ് പ്രിപ്പയർ എ ബ്രീഫ് CV, ദാറ്റ്സ് ഫ്രം ദി ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആണ്, അപ്പിയറൻസ് 8 ആണ്, ആവറേജ് മാർക്സ് 10 ആണ്. നെക്സ്റ്റ് യു ഹാവ് ഇസ് official or the job application letter, that's from block 4 unit 15, appearance is 8 and average marks 10 ആണ്. The next we have a short note and work ethics ആണ്, that's from block 3 unit 12, appearance 7 ആണ് and average marks 10 ആണ്. The next you have is match the words from column A with the column B or the vocabulary type ആണ്, that's from any block ൽ ചോദിക്കാം. മെയിൻലി നമുക്ക് 1 ഉം 9 ഉം ആണ്. സോ നമുക്ക് appearance എന്ന് പറയുന്നത് 10 ആണ് and average marks 10 തന്നെയാണ്. The next one you have is active to passive voice conversions, that's from block 1 unit 2 ആണ്. So 10 ആണ്. നമുക്കുള്ളത് ഓൾസോ 5 ആണ്. നെക്സ്റ്റ് വൺ യു ഹാവ് ഇസ് മേക്ക് സെന്റൻസസ് യൂസിങ് ഗിവൺ വേർഡ്സ്, മൾട്ടിപ്പിൾ ബ്ലോക്സും ക്വസ്റ്റ്യൻസ് വരെ. നോർമലി കംസ് ഫ്രം 1, 3, 9 ആൻഡ് 11 ആണ്. സോ 10 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ആൻഡ് ദി മാർക്സ് എന്ന് പറയുന്നത് 5 ആണ്. നെക്സ്റ്റ് വൺ യു ഹാവ് ഇസ് fill in the blanks using the articles, prepositions, word forms ആണ്. So that's from multiple blocks you can expect that particular question which has appeared around 10 times with an average marks of 10.
പിന്നെ presentation outline like employability, communication skills, etc. That's from block for unit 14. Number of appearance 8 ആണ് and marks എന്ന് പറയുന്നത് 10 ആണ്. The next one you have a speech writing, welcome, time management, etc. That's from block 2 unit 5 and 7 ആണ് appearance number and 10 is the average marks. ഇനി ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഇതിന് ഒരു allocate ചെയ്യാം and you have a strategic advice for you. ഇപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും യു ഹാവ് ടു പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈംഡ് ആണ്. സോ സ്പെൻഡ് യുവർ 5 minutes ഔട്ട്ലൈൻ കൊടുക്കുന്നതിന്. പിന്നെ അതിനുശേഷം ഒരു 12 to 15 മിനിറ്റ് എടുത്ത ഫുൾ റെസ്പോൺസ്. അപ്പൊ നമുക്ക് ഷോർട്ട് നോട്ട്സിനാണെങ്കിലും സ്പീച്ചിനാണെങ്കിലും പ്രസന്റേഷനാണെങ്കിലും അതനുസരിച്ച് ആ ടൈം അവിടെ ഡിവോട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ യു ഹാവ് ഇസ് ഫോർ എ ഗ്രാമർ ഓർ വൊക്കാബുലറി ടെസ്റ്റ്. വോട്ട് ഹാവ് ടു ഡു ഇസ് ദാറ്റ് യു ഹാവ് ടു പ്രാക്ടീസ് ദാറ്റ് വേർഡ്. കാരണം നമുക്ക് റിയൽ ടെസ്റ്റ് പേപ്പേഴ്സിനകത്ത് വരുന്ന അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് യു ഹാവ് റിഹേഴ്സ് ആൻഡ് പ്രാക്ടീസ് യുവർ സെൽഫ്. അപ്പൊ അതിനൊരു ഏകദേശം ഒരു 7 to 10 minutes നിങ്ങൾ ഡിവോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഒരു നന്നായിട്ട് ഫോക്കസ് ചെയ്ത് യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഓൾസോ ക്യാൻ ഇംപ്രൂവ് യുവർ സ്പീഡ് ആസ് വെൽ ആസ് യുവർ ആക്യുറസി. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് യു ഹാവ് ടു സെൽഫ് റിവ്യൂ ദോസ് ആൻസേഴ്സ്. സോ ആഫ്റ്റർ റൈറ്റിംഗ് ചെക്ക് യുവർ സ്ട്രക്ചർ, ദെൻ യുവർ ലാംഗ്വേജ് ആൻഡ് കംപ്ലീറ്റ്നെസ് അഗൈൻസ്റ്റ് മോഡൽ ആൻസേഴ്സ് ഓർ ഗൈഡ് ലൈൻസ്. അപ്പൊ നമുക്കിവിടെ ഒരു പൈ ചാർട്ട് ഉണ്ട്. ആ പൈ ചാർട്ടിൽ ഓരോന്നിന്റെയും ആണ്. ഇപ്പൊ നമുക്ക് പ്രസന്റേഷൻ ഔട്ട്ലൈൻ ആണെങ്കിൽ 9.2%, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആണെങ്കിൽ 11.5, സെന്റൻസ് മേക്കിംഗ് 11.5, ആക്റ്റീവ് ആൻഡ് പാസീവ് 11.5, മാച്ചിങ് ഒരു MCQ 11. അങ്ങനെ ഓരോന്നിന്റെയും ഓരോ പെർട്ടിക്കുലർ ആസ്പെക്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോന്നിനും ചോദിച്ച പെർസെന്റേജ്. അപ്പം ഏറ്റവും കുറവ് നമുക്ക് വരുന്ന പെർസെന്റേജ് എന്ന് പറയുമ്പം നമ്മുടെ സ്പീച്ച് റൈറ്റിങ്ങും വർക്ക് എത്തിക്സും ഏറ്റവും അധികം നമുക്കുള്ളത് മാച്ചിങ് ഓർ MCQ, ആക്റ്റീവ് പാസീവ്, സെന്റൻസ് മേക്കിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പിന്നെ നമുക്ക് റെലവൻസ് ലെവൽ വരുന്നത് ഷോർട്ട് നോട്ട് ഓൺ എറ്റിക്വറ്റ് ആണ്. പിന്നെ then you have another one is application letter, CV, presentation outline. ഇങ്ങനെയാണ് ആ ഒരു മാർക്കിന്റെ പെർസെന്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് പോകുന്നത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. നമുക്ക് അടുത്ത് വരുന്നത് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. ഇപ്പൊ നമ്മൾ ഇന്ന ബ്ലോക്കിൽ നിന്നും ഇന്ന യൂണിറ്റിൽ ഇന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കണം, അതിന് ചോദിക്കാൻ സാധ്യത ഉണ്ട് നമ്മൾ പറയുന്നില്ല. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റിയും അതിന്റെ കാറ്റഗറിയാണ് അടുത്ത് പറയുന്നത്. സോ യു ഹാവ് ഫ്രം ബ്ലോക്ക് 1 യൂണിറ്റ് 2 യു ഹാവ് എസ് ഗ്രാമർ, ആക്റ്റീവ് ടു പാസീവ് ഓർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ചോദിക്കാൻ 100%ഓളം പ്രോബബിലിറ്റി നമുക്ക് ഷുവറിറ്റി ഉണ്ട്, കാരണം അത്രത്തോളം ഹൈ കാറ്റഗറി അത് പെടുന്നതാണ്. നെക്സ്റ്റ് വൺ യു ഹാവ് എസ് ഫ്രം ബ്ലോക്ക് 3 യൂണിറ്റ് 9 വർക്ക് പ്ലേസ് എറ്റിക്കറ്റ്. അത് ഷോർട്ട് നോട്ട്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലൈക്ക് ഒരു 90% we have a probability on that and high തന്നെയാണ് അതിന് റെലവൻസ് കാറ്റഗറി എന്ന് പറയാം. The next you have is from block 2 യൂണിറ്റ് 7 ആണ് CV പ്രിപ്പറേഷൻ. അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 80% ആണ്. സോ ഇറ്റ്സ് കാറ്റഗറിയും ഹൈ ആണ് നമ്മുടെ CV പ്രിപ്പറേഷൻ്റെ. The next one you have is from block 4 unit 15 application or business letter. 80%ഓളം നമുക്ക് വളരെ പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണത്. ദെൻ യു ഹാവ് ഫ്രം ബ്ലോക്ക് 3 യൂണിറ്റ് 12 വർക്ക് എത്തിക്സിന് ഷോർട്ട് നോട്ട്സ്. 70%ഓളം നമുക്ക് അതിന് പ്രോബബിലിറ്റി ഉണ്ട്. സോ ഹൈ കാറ്റഗറി. അപ്പൊ ഇനി നമ്മൾ ഇത്രയും ആകുമ്പോൾ നമ്മളുടെ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള കാറ്റഗറി കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മീഡിയം ലെവലിൽ ചോദിക്കാൻ പ്രോബബിലിറ്റി ഉള്ള ഏരിയാസുകളാണ്. So you have from block 4 unit 14 you have presentation outline. 60% ആണ് അതിന്റെ probability എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണെങ്കിൽ സ്പീച്ച് റൈറ്റിംഗ് ഇസ് ഫോർ 60% ആണ്. സിമിലർലി ഫോർ ദ ബ്ലോക്ക് 1 യൂണിറ്റ് 3 യു ഹാവ് റെസ്പോണ്ടിങ് ടു ജോബ് ആഡ്സ്. അത് 50% ആണ്. സാധ്യത 50-50 ഒരു ചാൻസ് ആണ്. പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ ബ്ലോക്ക് 3 യൂണിറ്റ് 11 കസ്റ്റമർ സർവീസ് കോൺസെപ്റ്റും ബ്ലോക്ക് 2 യൂണിറ്റ് 6 പോർട്ട്ഫോളിയോ ഓർ റെസ്യൂമി ഡിഫറൻസസ്. നമുക്ക് 40%ഓളമാണ് അതിന്റെ പ്രോബബിലിറ്റി പെർസെന്റേജ് വരുന്നത്. ഇനി ഞാൻ ലോവർ റെലവൻസ് ഓഫ് കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെൽഫ് പ്രൊഫൈല്, ബ്ലോക്ക് 3 യൂണിറ്റ് 10 കസ്റ്റമർ ഹാൻഡ്ലിംഗ്, ബ്ലോക്ക് 4 യൂണിറ്റ് 16 ഇമെയിൽ റൈറ്റിംഗ്. ഈ പറയുന്ന 3 നമുക്ക് 30%ഓളം പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് ആണ്. ഇനി അടുത്ത് വരുന്ന 2 ദാറ്റ് ഇസ് ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഗ്രൂപ്പ് ഡിസ്കഷൻ ബേസിക്സും, ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഓർ ജോബ് പ്രിപ്പറേഷൻസ്. 20% ആണ് അതിന്റെ പ്രോബബിലിറ്റി, വിച്ച് മീൻസ് അഗൈൻ അതൊരു ലോ കാറ്റഗറിയിൽ വരുന്നതാണ്.
ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന ഏരിയാസ് ഹൈ, ഇന്നതൊരു മീഡിയം, ലോ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, സോ ദ ഹൈ കേസ് യു ഹാവ് ദ ഗ്രാമർ, എസ്പെഷ്യലി നമ്മളുടെ ആക്റ്റീവ്, പാസീവ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മളുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ പേപ്പർ നോക്കിയാലും ഗ്രാമർ എന്ന് പറയുന്ന ഒരു മേജർ സെക്ഷൻ ആണ്. രണ്ടാമത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആണ് വർക്ക് പ്ലേസ് എറ്റിക്കറ്റ്. നമ്മളിപ്പോ ഒരു 10 പേപ്പർ എടുക്കുകയാണെങ്കിൽ അത് 9 പേപ്പറിനകത്തും ഈ പറയുന്ന ഒരു ചോദ്യത്തിന്റെ ഒരു ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ ഒരു അപ്ലൈഡ് സിനാരിയോ ഉള്ള ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. then you have the CV or application. 10 പേപ്പറിനകത്ത് 8 എണ്ണത്തിനകത്ത് you will be having or you will be required to write a formal letter or a CV. പിന്നെ അടുത്ത വരുന്നതാണ് വർക്ക് എത്തിക്സ്. you will be asked to write a short note. അത് ഏകദേശം നമ്മൾ 10 പേപ്പർ എടുക്കുകയാണെങ്കിൽ 7 പേപ്പേഴ്സിനകത്ത് you will be having this particular question. നമുക്കൊരു മീഡിയം ലെവലിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറയുമ്പം യു ഹാവ് പ്രസന്റേഷൻ, ഔട്ട്ലൈൻ ഓർ സ്പീച്ച് അപ്പിയർഡ് ഇൻ 6 ഓഫ് ലാസ്റ്റ് 10 ആണ്. ജോബ് ആഡ്സ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഓർ കസ്റ്റമർ സർവീസ് ഫീച്ചേർഡ് ഇൻ 4 to 5 റീസൺ പേപ്പേഴ്സ്. ഈ ലോയിലേക്ക് വരുമ്പോൾ യു ഹാവ് അതർ ടോപ്പിക്സ് ഹാഡ് ലെസ് കൺസിസ്റ്റന്റ് ഇൻക്ലൂഷൻ ഓവർ ദ ലാസ്റ്റ് 5 years. നമുക്ക് പഠിക്കേണ്ടുള്ള ലിസ്റ്റ് നോക്കാം. നമുക്ക് ഏതാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പേപ്പർ ഒത്തിരി ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം കൂടെ എല്ലാത്തിനും ഒരേ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആവില്ല. ചിലതിന് വളരെ ഹൈ ഇമ്പോർട്ടന്റ് ആയിരിക്കും, ചിലതിന് ലോ. അപ്പൊ നമുക്ക് ഓരോ നമുക്ക് കാറ്റഗറി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി ഹാവ് എ ഹൈ പ്രയോറിറ്റി. നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസുകളാണ് ഗ്രാമർ കൺവേർഷൻസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ദെൻ വർക്ക് പ്ലേസ് എറ്റിക്കറ്റും കുറച്ച് ഷോർട്ട് നോട്ടോ, സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവല്, അല്ലെങ്കിൽ CV, ആപ്ലിക്കേഷൻ ലെറ്റർ, വർക്ക് എത്തിക്സ്, ഷോർട്ട് നോട്ടുകൾ. കാരണം നമ്മൾ ഇത് നമ്മളൊരു 2 to 3 ഫുൾ ലെങ്ത് ടൈമിൽ നമ്മൾ എഴുതി അതിനത് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് യൂസ് ടീച്ച് ബാക്ക് ഓർ പ്യുവർ എക്സ്പ്ലെയിനിങ് ഫോർ കോൺസെപ്ച്വൽ നോട്ട്സ് ആൻഡ് ഡ്രിൽ ഗ്രാമർ വിത്ത് ഫ്ലാഷ് കാർഡ്സ് ആൻഡ് പാസ്റ്റ് പേപ്പർ എക്സസൈസസ്. ഇനി നമുക്ക് അടുത്ത് വരുന്നതാണ് മീഡിയം പ്രയോറിറ്റി. ഇവിടെ പ്രസന്റേഷൻ, ഔട്ട്ലൈൻ, സ്പീച്ച് റൈറ്റിംഗ്, റെസ്പോണ്ടിങ് ടു ആഡ്സ്, പോർട്ട്ഫോളിയോ, SME, ഡിസ്റ്റിങ്ഷൻസ്, കസ്റ്റമർ സർവീസ്. ആൻഡ് ഇങ്ങനെയുള്ളതിന് യു ഹാവ് ടു മേക്ക് ഔട്ട്ലൈൻസ് ഇൻ അണ്ടർ 5 minutes and draft in 10, role play or write model speeches and review 2 to 3 model answers and note structure. അടുത്ത നമുക്ക് വരുന്ന ലോ പ്രയോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ യു ഹാവ് സെൽഫ് പ്രൊഫൈൽ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ബേസിക്സ്, ഇമെയിൽസ്. ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ റിവൈസ് വിത്ത് ക്വിക്ക് നോട്ട്സ് ഓർ ദ ഫ്ലാഷ് കാർഡ്സ് ആൻഡ് പ്രാക്ടീസ് 1 മോഡൽ ആൻസർ പെർ ടൈപ്പ് ആൻഡ് ഫോക്കസ് ഓൺലി ഇഫ് എക്സ്ട്രാ പ്രിപ്പറേഷൻ ടൈം ഇസ് അവൈലബിൾ. നമ്മളിപ്പോ ഈ പറഞ്ഞതിന്റെ ഒരു വിഷ്വൽ ഒരു ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്രീൻ കളർ ഒരു ബിലോ 40% ഉള്ളതാണ്. മീഡിയം എന്ന് പറയുമ്പോൾ 40 to 69% പ്രോബബിലിറ്റി ഉള്ളതാണ്. നെക്സ്റ്റ് യു ഹാവ് എ ഹൈ റെഡ് ഇൻ കളർ, ഓറഞ്ച് കളറിൽ വരുമ്പോൾ നമുക്ക് ഒരു 70 to 100% പ്രോബബിലിറ്റി ഉള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആൻഡ് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും ആൻസേഴ്സും എക്സ്പ്ലനേഷൻസും കീസും എല്ലാം നമ്മളുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതിലെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും എല്ലാം ക്ലിയർ കട്ട് ഡിവിഷൻസ് ഒക്കെ ഉണ്ടാവും. ദാറ്റ് വിൽ ബി അവൈലബിൾ ഇൻ യുവർ ലേൺ വൈസ് ആപ്പ്. സോ ഇപ്പൊ നമ്മൾ BGLA 136 ഇംഗ്ലീഷ് അറ്റ് ദി വർക്ക് പ്ലേസ് ജനറൽ ഇത് വരുന്നത് BAG കാറ്റ് ആണ്. സോ ടേം ആൻഡ് എക്സാമിനേഷൻ June 2025, 3 hours on exam and all questions are compulsory and your maximum marks you can gain from this paper is 100. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മാച്ച് ദി ഫോളോയിങ് ആണ്. നമുക്ക് കോളം എയും കോളം ബിയും ഉണ്ട്. അപ്പൊ ഓരോ വേർഡ്സുകളാണ്. അപ്പൊ അതിന്റെ മീനിങ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് വായിച്ചിട്ട് ഏതാണ് അതിന് അനുയോജ്യമായിട്ടുള്ള മീനിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് യു ഹാവ് ടു മാച്ച് ദ കോളം ഓഫ് എ വിത്ത് ദാറ്റ് ഓഫ് കോളം ബി. അപ്പൊ നമുക്ക് കോളം എ ഡിലിജൻസ്, ഇന്നോവേഷൻ, എംപതി, ഫെസിലിറ്റേറ്റർ, ഇന്റഗ്രിറ്റി, റെസിലിയൻസ്, ഇൻസെന്റീവ്, റിക്രൂറ്റർ, അഡാപ്റ്റബിൾ, മീഡിയേഷൻ, അങ്ങനെ ഡിഫറെന്റ് 10 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. 10 മാർക്സ് ഓരോ ക്വസ്റ്റൻ നമുക്ക് 1 മാർക്ക് ഈച്ച് ആണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള അതിന്റെ മീനിങ് എവിടെയാണോ അതിനനുസരിച്ച് യു ഹാവ് ടു മാച്ച് കോളം എ വിത്ത് കോളം ബി. രണ്ടാമത് വരുന്നത് നിങ്ങൾ സെന്റൻസുകൾ മേക്ക് ചെയ്യുക. നമുക്ക് 5 വേർഡ്സ് തന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക്. സോ 5 into 2 ഇറ്റ് മേക്സ് എ ടോട്ടൽ ഓഫ് 10 മാർക്സ്. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള ഓരോ ഈ വേർഡ് യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസുകൾ ഈ വേർഡ്സ് യൂസ് യു ഹാവ് ടു മേക്ക് സെന്റൻസസ്. അടുത്ത നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് വോയിസ് ചേഞ്ച്, അതായത് നമുക്ക് തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. ഈ ആക്റ്റീവ് വോയിസ് നമ്മൾ പാസീവ് വോയിസോട് ചേഞ്ച് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് 1 മാർക്കാണ്. സോ 5 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ 5 into 1 5 മാർക്സ്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ റീറൈറ്റ് ചെയ്യണം. ഹൗ യു ഹാവ് ടു ചേഞ്ച് ദ വോയിസ് ഫ്രം ദി ആക്റ്റീവ് വോയിസ് ടു ദി പാസീവ് വോയിസ്. ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് ഈച്ച് ആണ്. അപ്പൊ നമ്മൾ എന്താ ഫിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ അതിനുള്ള ക്ലൂസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആ വേർഡ് നമ്മൾ മനസ്സിലാക്കിയിട്ട് യു ഹാവ് ടു ഫിൽ ദാറ്റ് ഇൻ ദ കോളംസ്. ഓക്കെ, അപ്പൊ ചിലതിനകത്ത് വേർഡ് കൊടുക്കും, ചിലതിനകത്ത് നിങ്ങൾ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഇൻ, ഓൺ, അറ്റ്, ഫോർ എന്നൊക്കെ പറഞ്ഞ പ്രപ്പോസിഷൻ കറക്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് യൂസ് ചെയ്യുക. കറക്റ്റ് നൗൺ ഫോംസുകൾ യൂസ് ചെയ്യാൻ പറയാം.
അപ്പൊ നമ്മൾ ഗ്രാമറിനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് നമുക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു പ്രാക്ടീസ് മോർ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അതിന്റെ ബാലൻസ് ആണ്. പിന്നെ പ്രപ്പോസിഷൻ ചോദിക്കും, ആർട്ടിക്കിൾസുകൾ ഏതാണ്, കറക്റ്റ് വേർബ് യൂസ് ചെയ്യുക, പിന്നെ ടിൽ, അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് നമ്മുടെ ബ്രാക്കറ്റ് തരും. അതനുസരിച്ച് ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് യു ഹാവ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള 2 ക്വസ്റ്റ്യൻ എടുത്തിട്ട് യു ക്യാൻ റൈറ്റ് ഷോർട്ട് നോട്ട്സ്. ഏകദേശം 150 വേർഡ്സ് വേണം. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സ്. സോ 10 to 20 മാർക്സ്. നമുക്ക് തന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ സ്കിൽസ് ഇൻ മോഡേൺ വർക്ക് പ്ലേസസ്, വർക്ക് പ്ലേസ് എറ്റിക്കറ്റ് ഇൻ റിമോട്ട് ആൻഡ് ഹൈബ്രിഡ് വർക്ക് സെറ്റിംഗ്സ്, നെക്സ്റ്റ് കീ ഡിഫറൻസസ് ബിറ്റ്വീൻ എ പോർട്ട്ഫോളിയോ ആൻഡ് എ റെസ്യൂമി. ഇപ്പൊ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഷുവർ ആയിട്ടുള്ളതും ഉറപ്പുള്ള 2 ക്വസ്റ്റ്യൻസ് എഴുതി 150 വേർഡ്സിലാക്കാം. പിന്നെ അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ ഇസ് പ്രിപ്പയർ എ ബ്രീഫ് കരിക്കുലം വിച്ച് ഫോർ ദ പൊസിഷൻ ഓഫ് കോണ്ടന്റ് സ്പെഷ്യലിസ്റ്റ് അറ്റ് എ ഡിജിറ്റൽ ലേണിംഗ് കമ്പനി. ഓർഗനൈസ് യുവർ പോയിന്റ്സ് അണ്ടർ ഹെഡിംഗ് സച്ച് ആസ് പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, എക്സ്പീരിയൻസ് ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു 10 മാർക്സ് ആണ്. അപ്പം പ്രോപ്പർ ആ സിവിയുടെ സ്ട്രക്ചറും ഹെഡ്ലൈൻസും എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഫോർമാറ്റ് കീപ്പ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമുക്ക് റൈറ്റ് ഇൻ ഒഫീഷ്യൽ ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ ഇൻ റെസ്പോൺസ് ടു ദി ഫോളോയിങ് അഡ്വർടൈസ്. ഇപ്പൊ നിങ്ങളൊരു പത്രത്തിൽ ഒരു പരസ്യം നിങ്ങൾക്ക് തരും. ആ പരസ്യം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു റെസ്യൂമെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ തയ്യാറാക്കണം വിത്ത് റെസ്പെക്ട് ടു ദി അഡ്വർടൈസ്മെന്റ്. അപ്പം ആ ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് തന്നിരിക്കും. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് യു ഹാവ് ടു അപ്ലൈ. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ നമ്മൾ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഇറ്റ് ഈസ് അറൌണ്ട് 10 മാർക്സ് ആണ്. The next one you have is, imagine you're the branch manager. Draft a speech about 150 words to welcome 3 new recruits to your organization, introducing them and explaining the company's values. അപ്പോൾ 10 marks. അപ്പോൾ ഇതൊരു നിങ്ങളുടെ സ്പീച്ച് വേണം. അപ്പോൾ ആ സ്പീച്ചിനകത്ത് നമ്മൾ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്, എന്താണെന്ന് വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഫോമൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് വേണം. യു ഹാവ് ടു പ്രിപ്പയർ ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റൻ യു ഹാവ് is, prepare the outline of a presentation on the following topic in bullet points and numbered format. The role of emotional intelligence in customer service. അപ്പൊ ഇതൊരു ക്വസ്റ്റൻ നമുക്ക് തന്നിരിക്കും. അപ്പൊ ഇതിനൊരു പ്രോപ്പർ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക, ഡെഫിനിഷൻസും അതിന് കീ എലമെന്റ്സും പ്രാക്ടിക്കൽ എക്സാമ്പിൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം യു ഹാവ് ടു പ്രിപ്പയർ ദാറ്റ് പ്രസന്റേഷൻ ഔട്ട്ലൈൻ. The next one you have is a case based question. കേസ് എന്ന് പറയുന്നത്, ഇമാജിൻ എ വർക്ക് പ്ലേസ് വെയർ എ ടീം ഫേസസ് ഫ്രീക്വന്റ് മിസ്കമ്മ്യൂണിക്കേഷൻസ് ഡ്യൂ ടു അൺക്ലിയർ ഡിജിറ്റൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കൾച്ചറൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്സ്. ദ കമ്പനി ഈസ് കൺസിഡറിംഗ് എ ട്രെയിനിങ് മൊഡ്യൂൾ ടു അഡ്രസ് ദിസ് ഇഷ്യൂ. അപ്പൊ ഇത് നമുക്കൊരു കേസ് വരും. അപ്പൊ ആ കേസിനെ ബേസ് ചെയ്ത് നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിനനുസരിച്ചിട്ട് യു ഹാവ് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് നമ്മൾ ആ കേസ് സ്റ്റഡി വെച്ചിട്ട് വേണം യു ഹാവ് ടു ആൻസർ ദാറ്റ്. അടുത്ത് നമുക്ക് വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സിനാരിയോ ബേസ്ഡ് ന്യൂമറിക്കൽ ഓർ അനാലിസിസ്. സോ ഇവിടെ നമുക്കൊരു സിനാരിയോ പ്രൊവൈഡ് ചെയ്യാം. എ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് റിസീവ്സ് എ ഫോളോയിങ് മന്ത്ലി ഫീഡ്ബാക്ക് സ്കോർസ് ഔട്ട് ഓഫ് 10 ഫ്രം 5 ക്ലയൻസ് 8, 9, 7, 6, 10. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ആവറേജ് ഒരു ഫീഡ്ബാക്ക് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് ദ ടാർഗറ്റ് ഇസ് an average score of 8.5, by how much does the team need to improve and suggest to initiatives to boost customer satisfaction based on this data. 10 marks. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം. ആൻഡ് റിമെമ്പർ, ഇതിന്റെ എല്ലാം ആൻസേഴ്സും ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് എല്ലാം നമ്മുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ യു ഹാവ് ടു ചെക്ക് ഓൺ ദാറ്റ്. ഓക്കെ, ആൻഡ് ഡിയർ സ്റ്റുഡൻസ്, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എക്സാം. ഡു വെൽ. താങ്ക് യു.